പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം 27:14 ഇപ്രകാരം ഹോളി സ്പിരിറ്റ് നമ്മളോട് പറയുന്നു, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, പ്രത്യാശ വയ്ക്കാൻ ഈ ലോകത്തൊന്നുമില്ലെങ്കിലും ഹൃദയം ആകെ കലങ്ങി ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, പ്രത്യാശ വയ്ക്കാൻ ഒരിടമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം, അവിടുത്തെ നാമത്തിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കുകയാണെങ്കിൽ, കർത്താവിനെ കണ്ണും പൂട്ടി ആശ്രയിക്കുകയാണെങ്കിൽ, യേശുവിൻ്റെ പൊന്നു മുഖത്തേക്ക് നോക്കി അങ്ങല്ലാതെ എനിക്കാരുമില്ല എന്ന് പറയുകയാണെങ്കിൽ, അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ വാക്ക് മാറുന്ന മനുഷ്യരിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്കിൽ ആശ്രയം വെക്കരുത്. പകരം കർത്താവിൽ ആശ്രയം വെക്കുക. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവിടുത്തെ വാക്കുകൾക്കോ അവിടുത്തെ സാന്നിധ്യത്തിനോ മാറ്റം വരത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉറച്ചിരിക്കട്ടെ, ആ അധൈര്യം വിട്ടുപോകട്ടെ. ഇപ്പോൾ തന്നെ ധൈര്യം വീണ്ടെടുത്തേ. കർത്താവ് നമുക്കായി പ്രവർത്തിക്കും. അവിടുത്തെ കരത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അവിടുന്ന് നമുക്കായി പ്രവർത്തിച്ചാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ലജ്ജയോടെ ശിരസ് കുനിച്ചിരിക്കുന്ന പ്രിയ വ്യക്തിത്വമേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ധൈര്യപ്പെട, ഹൃദയം ഒന്ന് ഉറയ്ക്ക്, കർത്താവിൽ പ്രത്യാശ വയ്ക്ക്. അവിടുത്തെ നീതിയുള്ള വലംകരം കൊണ്ട് നിങ്ങളെ താങ്ങും, അത്ഭുതങ്ങൾ ചെയ്യും. പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു. പ്രതീക്ഷയില്ലാത്ത വിഷയങ്ങൾ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്കായി പ്രവർത്തിച്ചാൽ, അവിടുന്ന് ഞങ്ങൾക്കായി എഴുന്നേറ്റാൽ, ഹല്ലേലൂയ, ശത്രു ചിതറും. അങ്ങയുടെ പ്രവൃത്തിയെ തടുക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമാകത്തില്ല. അവിടുത്തെ കരം ഞങ്ങൾക്കായി നീട്ടിയതിനായി നന്ദി. എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിരാശ മാറട്ടെ, അധൈര്യം വിട്ടുമാറട്ടെ, ഭയം മാറട്ടെ, എല്ലാ ക്ഷീണ അവസ്ഥകളും മാറട്ടെ. ശാരീരികമായി മാനസികമായി എൻ്റെ പ്രിയപ്പെട്ടവർ ധൈര്യപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങയുടെ കരം നീട്ടിയിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു നാഥ, ഞങ്ങൾ അങ്ങയെ ഒത്തിരി സ്നേഹിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നു. മഹത്വം അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. മറ്റെങ്ങോട്ടും പ്രതീക്ഷകളോ പ്രത്യാശയോ പോകണ്ട. ആശ്രയം മറ്റെങ്ങും വേണ്ട. കർത്താവിൽ മാത്രം ഇതുവരെ ഇന്ന് വരെ പുലർത്തിയ ദൈവ സാന്നിധ്യത്തിലേക്ക് ചായ. അവിടുന്ന് നിങ്ങൾക്കായി പ്രവർത്തിക്കും. ബ്ലെസ് യു.